എന്നാ ശിവ റെഡി ആയില്ലേ? റെഡിയായി. ആ ഓക്കെ അല്ലേ? ഓക്കെ സെറ്റ്. വാ പോവാ. അമ്മായേ ആ പോവാ. എവിടെ പോണു? എവിടെ പോണു? എവിടെ പോണു? മാളി പോണു. അമ്മായി എന്ത് റെഡി ആയില്ലേ? ഇന്ന് പോവാൻ പറ്റില്ല, സോറി, പരിപാടി ക്യാൻസൽ ആയിട്ട് വരും. അതെന്ത്? നടക്കൂല, ക്യാൻസൽ ചെയ്യേണ്ടി വരുമെന്ന്. എനിക്ക് വേറൊരു പരിപാടി കയറി വന്നേ. അമ്മായി കളിക്കല്ല കേട്ടാ. അമ്മായി ഇന്നലെ വാക്ക് പറഞ്ഞോണ്ടാണ് ഞാൻ ഇന്നത്തെ കോളേജ് വരെ കട്ട് ചെയ്ത്. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞ കോളേജ് കട്ട് ചെയ്യാൻ? കോളേജ് കട്ട് ചെയ്യാൻ പറഞ്ഞില്ല, പക്ഷെ പറയാതെ പറഞ്ഞു. ക്ലാസ് കട്ട് ചെയ്താ? ഇല്ല, മഴയുണ്ട് ക്ലാസ്സില്ല. അമ്മായി ഇതൊന്നും നടക്കാൻ പോണില്ല. അമ്മായി ഒരു കാര്യം ചെയ്തോ, ഇപ്പോഴത്തെ പ്ലാനിങ് ക്യാൻസൽ ചെയ്തോ, എന്നിട്ട് നമ്മൾ ഇന്നലെ ഓണാക്കി ആ പ്ലാൻ വീണ്ടും തിരിച്ചോണ്ടോ. ശിവ, എനിക്കും അത് തന്നെയാണ് ആഗ്രഹം. പിന്നെന്തിന്? വേറെ പ്രശ്നമില്ല, ആഗ്രഹം അതാണെങ്കിൽ നടക്കുന്നു. പക്ഷേ പറയുന്ന കേക്ക്, സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം എനിക്ക് ആ പരിപാടി എടുത്തേ പറ്റുള്ളൂ. സാഹചര്യത്തിന്റെ സമ്മർദ്ദം എന്താണാവോ ആ പരിപാടി? പരിപാടി എന്താന്ന് വെച്ചാ, കൃപാന്തും വൈഫും കൂടെ പുറത്തു പോണ്. എന്നെയും കൂടെ വിളിച്ച് എനിക്ക് പോണം. ഓ ഓ ഓഹോ, അങ്ങനെ വൈഫും അവര് പോകുന്നു. അപ്പൊ അവര് വിളിച്ചപ്പോ അവരുടെ കൂടെ പോയല്ലേ പറ്റൂ. പോയല്ലേ പറ്റും. മോശമല്ലേടാ പോയില്ലേ? മോശമല്ലേ? നമുക്കാണെങ്കിൽ എപ്പോ വേണമെങ്കിലും പോവാല്ലോ. ഇന്നലെ എന്തൊക്കെ വാഗ്ദാനങ്ങളായിരുന്നു. അയ്യോ നിങ്ങളെ നാളെ മാളിക്കൊണ്ടു ഫുഡ് മേടിച്ചാലും അടിച്ചു പൊളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായി? നൈസിലങ്ങ് തേച്ച്. ഞാൻ അങ്ങനെ ചെയ്തല്ലോ. ഇനിയിപ്പോ എന്തിനാണ് ഈ ചെയ്യണത്? ഇന്നലെ ഈ കണ്ട വാഗ്ദാനങ്ങളൊക്കെ തന്നപ്പോഴേ എനിക്ക് തോന്നിയായിരുന്നു തേക്കൊന്ന്. അതെ, വാഗ്ദാനങ്ങളാണ്. വാഗ്ദാനങ്ങൾ എപ്പോഴും വാഗ്ദാനങ്ങളായിരിക്കും. അത് നമുക്ക് നിറവേറ്റാൻ പറ്റണം എന്നില്ല, അല്ലേ? അമ്മായി ഇതുണ്ടല്ലോ, ഇത് അഹങ്കാരം. 10 കാശ് കയ്യിലുള്ളതിന്റെ അഹങ്കാരം. എന്ത് അമ്മായി ഈ നിലപാട് ശരിയല്ല അമ്മായി, നടക്കൂല. എന്ത് ശരിയല്ലെന്ന്? പറ്റത്തില്ല. അതന്നെ, അത് കുഴപ്പമില്ല. എന്തായാലും എനിക്ക് കൊണ്ടുപോകാൻ പറ്റൂല. എന്ത് ചെയ്യും? നമുക്ക് എല്ലാവരും പോയിട്ട് വേണ്ടേ? വേണ്ട, നടക്കൂല. പറ്റൂലേ? ഉറപ്പാണോ? ഉറപ്പ്. മോളെ ഗൗളി. ഓ, ഗൗളിന്നാ? അങ്ങനെ എന്നെ വിളിക്കും ഞാൻ. വിളിക്കും അല്ലേ? വിളിക്കും. ശരിടാ. ഓ ശരി. എന്നാ നോക്കിക്കൊണ്ട് നിക്കുവാ? പൊളിഞ്ഞ് പോവാ. അത്ര തന്നെ. പോണില്ല. ഞങ്ങൾ അങ്ങോട്ട് തന്നെ പോണ കാര്യം പറഞ്ഞു. ഒക്കോ പരിപാടി ക്യാൻസൽ. ഓ ശരി, പരിപാടി ക്യാൻസൽ അല്ലേ? അതെ. ഞങ്ങളുടെ കാര്യം അമ്മായി വിട്ടോ. ഞങ്ങള് പിന്നെ വിഷമമൊക്കെ എങ്ങനെങ്കിലും അടിച്ചമർത്തി ഇവിടെ നിൽക്കും. പക്ഷേ നമ്മള് മാളിൽ പോകുന്നതും ഫുഡ് കഴിക്കുന്നതും ഐസ്ക്രീം കഴിക്കുന്നതും സ്വപ്നം കണ്ടിട്ടുണ്ടല്ലോ. ഒരു പിഞ്ച് മനസ്സ് എന്റെ മുറിക്കകത്തിരിപ്പുണ്ട്. അവളെന്തെങ്കിലും ഉറങ്ങിയിട്ടില്ല. രാവിലെ 6 മണിക്ക് ഒരാള് പോലും വിളിക്കാണ്ട് എണീറ്റ് റെഡി ആയിരിക്കും അവള്. ആ പിഞ്ച് മനസ്സിനോട് അമ്മ എന്ത് പറയും? പോണില്ലാന്ന് പറയും. Hello guys, I am ready. Wow. അമ്മായി, മാളിന്ന് ചിക്കൻ വാങ്ങിക്കുമ്പോഴേ നല്ല മൊരിഞ്ഞത് നോക്കി വാങ്ങിക്കണേ. പിന്നെ അമ്മായി, മാളിൽ കളിക്കാൻ പറ്റുന്ന തീവണ്ടിയാണെന്ന് പറഞ്ഞു. അതിനകത്ത് 1 പ്രാവശ്യം കയറണം. അത് കഴിഞ്ഞിട്ട് മതി ഐസ്ക്രീം. സമാധാനം പറയുന്നതൊക്കെ. മക്കളെ, ഇന്ന് പോക്ക് നടക്കൂല. അതെന്തൊരു പരിപാടി? അതാ, നോക്ക്, നല്ല മഴയില്ലേ പുറത്ത്? എങ്ങനെ പോകാൻ പറ്റും? അതുകൊണ്ട് പോക്ക് നടക്കൂല. ഇന്നലെ മഴ ഉണ്ടായിരുന്നല്ലോ. അമ്മായിയല്ലേ പറഞ്ഞേ വണ്ടി ഓടിച്ചങ്ങ് പോവാന്ന്? എടീ മണ്ടങ്കണാപ്പി, നിനക്ക് മനസ്സിലായില്ലേ? നമ്മളെ എല്ലാത്തിനെയും അമ്മായി നൈസിലങ്ങ് തേച്ചേ. അമ്മായി തേച്ചാ? അതൊരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നു. ആരായാലും ചെയ്തു പോകൂലേ? ഭയങ്കര പ്രത്യേക സാഹചര്യം തന്നെ. അമ്മായി വേറെ പരിപാടി ഉണ്ട്. എന്ത് പരിപാടി? അമ്മായിക്ക് നമ്മളെക്കാട്ടിലും വലുത് അമ്മായിയുടെ ഫ്രണ്ട്സ് ആണല്ലോ. അതെ, എനിക്ക് സൗകര്യമുള്ളപ്പോ ഇനി കൊണ്ടുപോകണം വേണ്ടെന്ന് ആലോചിക്കാം കേട്ടോ. കേശോട്ടാ, ഇത് ചതിയാ. ഇന്നലെ മാളി കൊണ്ടുവന്നൊക്കെ പറഞ്ഞ് ഞാൻ സന്തോഷം കൊണ്ട് ഉറങ്ങിയത് പോലും ഇല്ല. തേപ്പേരി അമ്മായി.
ചേട്ടാ ഓ ഇത്രയൊക്കെ ഒരുങ്ങി ഇറങ്ങിയതല്ലേ, അപ്പൊ നമുക്ക് പോയാലേ? 2 കിഡ്നി ഇല്ലേ, ഒരെണ്ണം തരുമോ? ലച്ചേച്ചി പറഞ്ഞിട്ടുണ്ട് ആര് ചോദിച്ചാലും കിക്കിന് കൊടുക്കരുതെന്ന്, പ്രത്യേകിച്ച് ചേട്ടന്.